ചിന്ത്യ എന്ന് പറയുമ്പോൾ ചൈന പ്ലസ് ഇന്ത്യ രണ്ട് മിക്സായി ഉണ്ടാകുന്ന കുട്ടിയാണ് ചിന്ത്യൻ. ബെല്ലക്കുട്ടി എവിടെ? ഇതാ ബെല്ലക്കുട്ടി, ഇതാ അവിടെ. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് പുറത്തു പോവാണ്. ഇതാണ് എൻ്റെ ബെല്ലക്കുട്ടി. ബെല്ലക്കുട്ടി ഹലോ. ഹലോ. നമ്മൾ എങ്ങോട്ടാ പോണേ? തത്തമ്മേ, തത്തമ്മേ, where are we going? Hi Bella, say hello. Hello. ഇതാണ് എൻ്റെ ബെല്ല മോൾ. You know her my wife Chinese ആണ്. ഇത് ചൈനീസ് ബേബിയാണ്. ഞാൻ ഇന്ത്യൻ ആണ്. ഷീസ് ചിന്ത്യൻ. ചിന്ത്യ എന്ന് പറയുമ്പോൾ ചൈന പ്ലസ് ഇന്ത്യ രണ്ട് മിക്സായി ഉണ്ടാകുന്ന കുട്ടിയാണ് ചിന്ത്യൻ. അപ്പോൾ ഞാൻ മലയാളത്തിലും ചൈനീസിലും ഇംഗ്ലീഷിലുമാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചത് എങ്ങനെയാണ് കുട്ടികളെ മൾട്ടി ലാംഗ്വേജ് പഠിപ്പിക്കുക. ഉദാഹരണത്തിന് നമ്മൾ കിളികൾ ആണ് പറയാൻ പോകുന്നത്. വല്ല കിളി എവിടെ? കിളി എവിടെ? കിളി, കിളി എവിടെ? കിളി എന്താന്ന് അവൾക്ക് ശരിക്കും അറിയാം. കിളി എവിടെ? കിളി, കിളി എവിടെ? There's no kili here. No kili here. അവൻ ചൈനീസിൽ ചോദിക്കുക. അല്ല ഷൗനിയ, 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 ഷൗനിയ എവിടെ? There's no xiaoniao here. ഇപ്പം ഷൗനിയ കിളിയില്ല. അപ്പം ചൈനീസിൽ കിളിക്ക് ഷൗനിയോ എന്നാണ് പറയാം. മലയാളത്തിൽ കിളി എന്ന് പറയും. ഇംഗ്ലീഷിൽ ഞാൻ ചോദിച്ചത് അല്ല where's the bird? Huh? Where's the bird? You asking something there's no. ഓക്കെ, ഇപ്പം കറന്റ് ഇവിടെ കിളികളൊന്നുമില്ല. ജസ്റ്റ് അറൗണ്ട് ഹിയർ. ഇതൊരു പാർക്കാണ്. ഇപ്പം ഭയങ്കര ചൂടായിട്ടാണ് തോന്നുന്നത്. കിളികളൊന്നും കാണുന്നില്ല. ഷി ഗോട്ട് സംതിങ്. ഇതാണ് ഇതിൻ്റെ മലയാളത്തിൽ എന്താ പറയാ? മുടി കെട്ടിയത് അല്ലേ? കുഞ്ഞ് കിളി എവിടെ? കിളി എവിടെ? കിളി, കിളി, കിളിയുടെ വില വില കിളിയൊക്കെ കിളി നോക്കടി. ഇതാണ് മൾട്ടി ലിംഗൽ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഞാനിൻ്റെ ഇത് പറഞ്ഞു എന്നുള്ളൂ. എൻ്റെ വൈഫിന് കാണിച്ചു തരാം. ജസ്റ്റ് ദിസ് ഈസ് മൈ വൈഫ്. ഹലോ. Hello. എന്ത് പരിപാടി? Then what else you know in Malayalam? ബെല്ലക്കുട്ടി എവിടെ? ബെല്ലക്കുട്ടി എവിടെ? ഇതാ ബെല്ലക്കുട്ടി, ഇതാ അവിടെ. ബെല്ലക്കുട്ടി ഇതാ അവിടെ. അയ്യോ one more, you know. തത്തമ്മേ, തത്തമ്മേ. ഞാൻ എപ്പോഴും കുട്ടീനെ തത്തമ്മേനെ വിളിക്കാം. തത്തമ്മേ. അവിടെ ആരോ സൺബാത്ത് ചെയ്യുന്നുണ്ട്. It's like this. Bella, bye bye. Say bye bye. Bye bye പറ.